പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഈശോയിൽ പ്രിയരെ, പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതായത് ഒബ്സർവേഷൻ പ്ലസ് പ്രസൻസ് ഓഫ് മൈൻഡ് പ്ലസ് ബ്ലെസ്സിങ്സ് ഓഫ് ഗാഡ് ഈസ് ഈക്വൽ ടു സക്സസ് ഓഫ് ലൈഫ്. ഇത് ഇന്നത്തെ സുവിശേഷത്തിൽ നല്ലൊരു ഒബ്സർവേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് നല്ല നിരീക്ഷണം ഉണ്ടാകണം. തൊട്ടടുത്തിരിക്കുന്നയാൾ പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ നമ്മളും താനെ അറിയാതെ കൈകൂപ്പി നിന്ന് പോവും. അങ്ങനൊരു ഒബ്സർവേഷൻ ഉണ്ടാകണം. ഇനി ഈ പരിശുദ്ധ കുർബാന സമയത്ത് നല്ല ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പിശാചിന് ശ്രമം കിട്ടാൻ പോകുന്ന അനുഗ്രഹം തട്ടിക്കളയുക എന്നതാണ്. അപ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡ്, നല്ല മനസാന്നിധ്യം വേണം. ഇനി നമുക്ക് രക്ഷപ്പെടാൻ ഇപ്പോൾ ഒബ്സർവേഷൻ വേണം, പ്രസൻസ് ഓഫ് മൈൻഡ് വേണം, പിന്നെ നമുക്ക് ദൈവാനുഗ്രഹം കൂടി വേണം. അനവധിയായ അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ കുർബാനയിൽ കർത്താവ് കരുതി വച്ചിരിക്കുന്നത്. ഇത് മൂന്നും കൂടി ചേരുമ്പോൾ നമ്മൾ ഇന്ന് വന്ന കാര്യം, തീർത്ഥാടനമാകട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളാകട്ടെ, അതിനൊരു പരിഹാരം, ദൈവികമായൊരു സൊല്യൂഷൻ ദൈവം ഇന്ന് തരും. ഒബ്സർവേഷൻ പ്ലസ് പ്രസൻസ് ഓഫ് മൈൻഡ് പ്ലസ് ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് ഈസ് ഈക്വൽ ടു സക്സസ് ഓഫ് ലൈഫ്. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേകജാതൻ വഴി അങ്ങേക്കായി ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കിയല്ലോ. അവിടുന്നിലാണല്ലോ ഞങ്ങളുടെ പ്രകൃതി അങ്ങയോടൊത്തായിരിക്കുന്നതും. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ അവിടുത്തെ രൂപത്തിലും കാണപ്പെടാനിടയാകണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, വാത്സല്യമുള്ളവരെ, ദൈവപുത്രൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നുവെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്ക് അറിയാം. മരണത്തിന് അർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരുവൻ കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ. അവന് ദൈവം ജീവൻ നൽകും. മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമാണിത്. മരണാർഹമായ പാപമുണ്ട്. അതേപ്പറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ അധർമ്മവും പാപമാണ്. എന്നാൽ മരണാർഹമല്ലാത്ത പാപവുമുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയുമില്ല. നാം ദൈവത്തിൽ നിന്ന് ഉള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലുമാണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവനും. കുഞ്ഞുമക്കളെ, വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ. വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. ഇസ്രയേൽ തൻ്റെ സ്രഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ. അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ. അവരുടെ കണ്ടങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഉയരട്ടെ. അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാണ്. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരിക്കുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
യേശുവും ശിഷ്യന്മാരും യൂദയ ദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹന്നാൻ ഇനിയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെ പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോട് കൂടെ ഉണ്ടായിരുന്നവൻ, നീ ആരെ പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടി ഉള്ളവനാണ് മണവാളൻ. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്നുള്ള വചനഭാഗം, അങ്ങനെ യേശുവും ശിഷ്യന്മാരും യൂദാദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. ഇപ്പം യോഹന്നാൻ പിൻവാങ്ങിയിട്ടില്ല. യോഹന്നാൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നതിന് മുമ്പുള്ള സംഭവം. അപ്പോൾ ഈശോ വന്നു, യോഹന്നാൻ നിൽക്കുക തന്നെ ഈശോ വന്നു. യോഹന്നാൻ വന്നത് ഈശോയ്ക്ക് വഴിയൊരുക്കാനാണ്, അനുതാപത്തിൻ്റെ സ്നാനം കൊടുക്കാനാണ് വന്നത്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശോ വന്ന് സ്നാനം കൊടുത്തു. സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ഈ ചിത്രം ഒന്ന് മനസ്സിൽ കണ്ടേ. ഈശോ വന്നു, ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം സ്നാനം കൊടുക്കുന്നു. അങ്ങനെ സ്നാപയോഹന്നാൻ തൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല, തൻ്റെ ശുശ്രൂഷ പൂർത്തിയാക്കിയിട്ടില്ല. സ്നാപയോഹന്നാനും സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ യോഹന്നാൻ ഇനിയും കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടിരുന്നില്ല. യോഹന്നാൻ 3:25 അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി. അപ്പം അവർ തമ്മിൽ തർക്കമുണ്ടായി. അതായത് സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും. ചിത്രം ഒന്ന് മനസ്സിൽ കാണും. അപ്പോൾ അവർ തർക്കം അവസാനിപ്പിച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ കണ്ട വേറൊരു പ്രശ്നമാണ്. അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ച് പറഞ്ഞു, ഗുരു, ജോർദാൻ്റെ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ, നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ കമൻ്റ് ഇത് അവരുടെ ഒബ്സർവേഷനാണ്, യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ ഒബ്സർവേഷനാണ്. ഈശോ ദേ വന്നിട്ട് സ്നാനം കൊടുക്കുന്നു. ഈശോ ആണെന്ന് അവർക്കറിയില്ല. ഇവരുടെ കമൻ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ? നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു നെഗറ്റീവ് കമൻ്റാണെന്നൊന്ന് വിചാരിച്ച്, അതായത് ഗുരു, ജോർദാൻ്റെ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ, നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങയുടെ അടുത്തേക്ക് വരുന്നില്ല ആരും. അവിടെ എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ പറയുമ്പോൾ അതൊരു നെഗറ്റീവാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സ്നാപക യോഹന്നാനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാകാം. ചിലപ്പോൾ അവർ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല. ഇത് സ്നാപയോഹന്നാൻ്റെ മുമ്പിൽ ഒരു സിറ്റുവേഷനാണ്. ദൈവം പരീക്ഷിക്കുന്നതാകും സ്നാപയോഹന്നാനെ. സ്നാപയോഹന്നാൻ്റെ മറുപടികൾ ഒരു 4 മറുപടി ഉണ്ട്. 4 മറുപടി ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് നമ്മളാണെങ്കിൽ ചിലപ്പോൾ അവനോട് ആര് പറഞ്ഞു, അതാരാ, എന്നോട് ചോദിക്കാതെ ആരാണ് അവിടെ വന്ന് സ്നാനം കൊടുക്കുന്നത്? ഞാനിവിടെ നിൽക്കുമ്പോൾ വേറെ ആൾ വന്ന് സ്നാനം കൊടുക്കുന്നു, പിന്നെ എൻ്റെ അനുവാദം വേണ്ടേ? ഇങ്ങനെ പലതരത്തിലുള്ളൊരു റിയാക്ഷൻ വേണമെങ്കിൽ വരാം സ്നാപയോഹന്നാൻ്റെ ഭാഗത്തു നിന്ന്. പക്ഷേ സ്നാപയോഹന്നാൻ പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. മനസാന്നിധ്യം അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളിങ്ങനെ പിരികേറ്റുന്ന വർത്തമാനങ്ങൾ പറയും.
ഏഷണി കയറ്റുന്ന വർത്തമാനം പറയും. ഉദാഹരണത്തിന് ധൂർത്തപുത്രൻ വീട്ടിൽ തിരിച്ചു വന്നു. അപ്പം മൂത്ത മകൻ വയലിലായിരുന്നു. മൂത്ത മകൻ വയലിൽ നിന്ന് നിന്നപ്പോൾ വീട്ടിലെ നൃത്തത്തിൻ്റെയും പാട്ടിൻ്റെയും സ്വരം കേട്ടു. അപ്പം വീട്ടിലേക്ക് കയറി ചെന്ന് അപ്പാ ഉള്ളാലോ എന്താ സംഭവം എന്നൊക്കെ അന്വേഷിക്കുന്നതിന് പകരം വേലക്കാരനെ വിളിച്ച് ചോദിച്ചു. വേലക്കാരനെ, അത് ലൂക്ക 15:27. വേലക്കാരൻ ആള് വിളഞ്ഞ പുള്ളിയാണ്. പുള്ളി പറഞ്ഞു, ദേ നിന്റെ സഹോദരൻ വന്നിരിക്കുന്നു, ദേ അവന് വേണ്ടി കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അപ്പൊ പിന്നെ കോപിച്ച് അവൻ വീട്ടിൽ കയറാൻ വിസമ്മതിച്ചു. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന വിധത്തിൽ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ അങ്ങനെ വർത്തമാനം പറയുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ സ്നാപക യോഹന്നാനെ അങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാകാം, അങ്ങനെ പറഞ്ഞതാകാം. അപ്പോൾ സ്നാപക യോഹന്നാൻ പറയുന്നത്, ഒന്നാമത്തെ മറുപടി യോഹന്നാൻ 3:27, സ്വർഗത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരാൾ സ്നാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെതാണ്. സമചിത്തതയോടുകൂടി ഒരു മറുപടി. ഇനി രണ്ടാമത്തെ മറുപടി യോഹന്നാൻ 3:28, ഞാൻ ക്രിസ്തുവല്ല. അപ്പോൾ ഒരാളോട് വന്നിട്ടുള്ളത് ചിലപ്പോൾ ക്രിസ്തുവായിരിക്കാം. ഞാൻ ക്രിസ്തുവല്ല, ഞാൻ മുൻപ് അയക്കപ്പെട്ടവനാണ്. സ്വയം ഒരു അവബോധമുണ്ട്, ഞാൻ ആരാണ്, ഞാൻ ഒന്നുമല്ല, എനിക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല, എനിക്ക് നൽകപ്പെട്ടതേ ഉള്ളൂ. എനിക്കൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ ഉദരത്തിൽ കുതിച്ചു ചാടാൻ, പരിശുദ്ധാത്മാവിൽ നിറയാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. ഞാൻ ശാരീരിക ഇച്ഛയിൽ എലിസബത്തിൻ്റെ സക്കറിയായുടെയും ശാരീരിക ബന്ധത്തിലുണ്ടായ കുഞ്ഞാണ് ഞാൻ. പക്ഷെ എനിക്ക് മറിയത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ എനിക്ക് ഉദരത്തിലൊന്ന് ചാടാനുള്ള ഭാഗ്യം കിട്ടി. അത്ര ഉറക്ക ഭാഗ്യം എനിക്കുണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ക്രിസ്തുവല്ല, ഞാൻ മുൻപേ അയക്കപ്പെട്ടവനാണ് മാത്രമാണ്. ഇനി മൂന്നാമത്തെ മറുപടി യോഹന്നാൻ 3:29, അടുത്തു നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ സന്തോഷിക്കുന്നു. എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അതായത് മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അപ്പം ഈ ക്രിസ്തു മണവാളനാണ്. മണവാളൻ വന്നിരിക്കുമ്പോൾ സ്നേഹിതൻ അടുത്ത് നിന്ന് മണവാളൻ്റെ സ്വരം സന്തോഷത്തോടെ ശ്രവിക്കണം. അതാണ്, അതിനൊരു സന്തോഷമുണ്ട്. ആ ഒരു ആത്മസന്തോഷം, തൻ്റെ ദൗത്യമൊക്കെ പൂർത്തിയാക്കിയത് കൃത്യമായിട്ടുള്ള ആൾ വന്നു എന്നൊക്കെ മനസ്സിലാക്കുന്ന വിധത്തിൽ അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ സന്തോഷിക്കുന്നു. എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. ഇനി നാലാമത്തെ മറുപടി യോഹന്നാൻ 3:30, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. അവൻ വളരട്ടെ, ഞാൻ ഇങ്ങനെ നിന്നോളാം, എനിക്കിത് മതി, ഞാൻ കുറയണം, അവൻ വളരണം. ഇതാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ്. ഇത്ര പോസിറ്റീവായിട്ട് സ്നാപക യോഹന്നാന് പറയാൻ സാധിച്ചത് നമ്മളൊന്ന് ധ്യാനിക്കേണ്ട കാര്യമാണ്. ഈശോയ്ക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം എടുക്കുകയാണെങ്കിൽ അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ കണ്ടു. അപ്പം യോഹന്നാൻ വന്നിട്ട് പറയാണ്, അവൻ നമ്മളെ അനുഗമിച്ചില്ല, നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങളവനെ തടഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, യോഹന്നാൻ അത് ഇഷ്ടപ്പെട്ടില്ല. സ്നേഹിതനാണ്, യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ്. അവിടെ ഒരുത്തൻ നിന്ന് യേശുനാമത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവൻ പറഞ്ഞതുപോലെ കേട്ടില്ല. അപ്പോൾ യോഹന്നാനല്ല ശിഷ്യൻ, സുവിശേഷൻ യോഹന്നാന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈശോ പറഞ്ഞ മറുപടി ഇതാണ്, അവനെ തടയണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എതിരില്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. ഇനി അതിനെ തുടർന്ന് സമരിയക്കാരുടെ ഒരു സംഭവമുണ്ട്. അവർ സമരിയക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവൻ ജെറൂസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇത് കണ്ടപ്പോൾ സ്വീകരിച്ചില്ല, അവൻ പോവുകയാണ്, അതുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അതായത് അവർ സ്വീകരിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പറയും, ഞങ്ങൾ അഗ്നി ഇറക്കി നശിപ്പിക്കട്ടെ എന്ന്. അപ്പോൾ ഈശോ പറയണം, അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. അതായത് ആ സിറ്റുവേഷനിൽ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കമൻ്റാണത്, വളരെ നെഗറ്റീവായിട്ടുള്ള. ഇങ്ങനെ ആ സിറ്റുവേഷനൊക്കെ ഈശോ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി മറിയം എന്തൊരു പോസിറ്റീവാണ്. ദൂതൻ വന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എലിസബത്തിൻ്റെ വീട്ടിൽ പോയി എലിസബത്തിൻ്റെ അടുക്കൽ അഭിവാദനം പറയുന്നു. എലിസബത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശിശു കുതിച്ചു ചാടുന്നു. മറിയം എന്തൊരു പോസിറ്റീവാ. ഇല്ല, കാനായിലെ കല്യാണ നാളിൽ സ്ത്രീ എനിക്കും നിനക്കും എന്ത് എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന മറിയം, അവിടെ വളരെ പോസിറ്റീവാണ് മറിയം ഒരു പ്രൊവോക്കിംഗ് പേഴ്സൺ അല്ല, മറിയം വളരെ പോസിറ്റീവാണ്. ഇനി നമ്മൾ നടപടി പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു ആദ്യത്തെ സഭയിലെ രക്തസാക്ഷി സ്റ്റീഫന്റെ നേരെ പല്ലുകടിച്ച് കോപാക്രാന്തരായി വരികയാണ്. അപ്പോൾ സ്റ്റീഫൻ സ്വർഗത്തിലെ നോക്കി, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി, അവിടെ
ഈശോ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് കാണുന്നു. അവർ കല്ലെറിയുന്നു, മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഈ കുറ്റം അവരുടെ മേലെ ആരോപിക്കരുത്. എന്തൊരു പോസിറ്റീവാണ്. ആ സിറ്റുവേഷനിൽ നല്ല പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കാനും പെരുമാറാനും സാധിക്കുന്നത് അതൊരു ദൈവാനുഗ്രഹമാണ്. ഇനി നല്ല കള്ളൻ, 2 കള്ളന്മാരുണ്ടല്ലോ. മറ്റേ കള്ളൻ ദുഷിച്ചു പറഞ്ഞു എന്ന് പറയുന്നത് ലൂക്കാ 23:39. മറ്റേ കള്ളൻ ദുഷിച്ചു പറഞ്ഞു, ഈ കള്ളൻ അവനെ ശകാരിച്ചു, എന്നിട്ട് ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചു. ഈശോയ്ക്ക് വേണ്ടി ഇവൻ ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, യേശുവേ അങ്ങയുടെ രാജ്യത്ത് നമ്മൾ എന്നെ ഓർക്കണമേ. മനസ്സിലായി? വളരെ പോസിറ്റീവായിട്ട് പ്രസൻസ് ഓഫ് മൈൻഡിൽ ആ സിറ്റുവേഷൻ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ നല്ല കള്ളന് സാധിച്ചു. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ഏഷണി കയറ്റുന്നവരുണ്ടാകാം. നമ്മളെ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ തട്ടി തകർത്ത് നമുക്ക് കിട്ടേണ്ട അനുഗ്രഹം നശിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകാം. നമുക്കൊരു നന്മ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ എല്ലാവരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടത് ചിലപ്പോൾ അത് നടക്കുകയല്ല, ചിലപ്പോൾ അവർക്കുള്ളിൽ അസൂയ ഉണ്ടാവും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും വളരെ പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് ദൈവാനുഗ്രഹത്തോടുകൂടി പെരുമാറേണ്ട ഒരു ജീവിത ശൈലി നമ്മൾ പരിശീലിക്കേണ്ടത് നല്ലതാണ്. ഇന്നത്തെ 1-ാം വായനയിൽ തന്നെ, അതായത് 1 യോഹന്നാൻ 5:14, അത് തുടക്കത്തിലുള്ള വചനമാണ്. ദൈവപുത്രൻ്റെ ഇഷ്ടമനുസരിച്ച് എന്തെങ്കിലും നാം ചോദിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനുള്ള ഉറപ്പ്. അപ്പോൾ അതുകൂടി നമുക്ക് ഇന്നത്തെ ദിവസം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിൻ്റെ ആ ഒരു പോസിറ്റീവ് ചൈതന്യം, ദൈവം ആഗ്രഹിക്കുന്ന, യഥാർത്ഥത്തിൽ ഈശോ വന്ന് അവിടെ സ്നാനം കൊടുക്കുമ്പോൾ സ്നാപയോഹന്നാൻ യഥാർത്ഥത്തിൽ തൻ്റെ ഉത്തരവാദിത്വത്തിലാണ്, കടമ ചെയ്തുകൊണ്ടിരിക്കുക. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന ഭൃത്യൻ എന്തിനാ വന്നത്? വഴിയൊരുക്കാൻ, ജനത്തെ ഒരുക്കാൻ, അനുതാപത്തിൻ്റെ സ്നാനം കൊടുത്ത്. അപ്പോൾ ഈശോ വന്ന് നിൽക്കുമ്പോഴും ഇവൻ ജോലിയിൽ വ്യാപൃതനാണ്, തൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതനാണ്. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മൾ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പോലും നമ്മൾ കർത്താവിൻ്റെ യഥാർത്ഥത്തിലുള്ള മകനും മകളെപ്പോലെ നല്ല ഒരുക്കത്തോടു കൂടിയാണോ? നല്ല സഭ്യമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, സ്കാഫൊക്കെ ധരിച്ചിട്ടാണോ? യജമാനൻ വരുമ്പോൾ ആദ്യ കുർബാന സ്വീകരണത്തിന് കൂദാശകൾക്ക് നമ്മൾ കർത്താവിന് മുമ്പിൽ ഉടമ്പടിയെടുത്ത വാക്കുകൊടുത്തതാ. മാമോദീസ ഒരു ഉടമ്പടിയാണ്, കുംഭസാരം ഒരു ഉടമ്പടിയാണ്, കുർബാന സ്വീകരണം ഒരു ഉടമ്പടിയാണ്, സ്ഥൈര്യലേപനം ഒരു ഉടമ്പടിയാണ്, വിശുദ്ധ വിവാഹം ഒരു ഉടമ്പടിയാണ്. ഇങ്ങനെ ഉടമ്പടി നൽകി നമ്മൾ ദൈവം പ്രത്യേകമായിട്ട് പൊന്നുപോലെ സ്നേഹിച്ച ദൗത്യമേൽപ്പിച്ച് എന്നിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ഈശോ വന്ന് നിൽക്കുമ്പോൾ സ്നാപയോഹന്നാൻ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്നത് പോലെ നമ്മൾ കർത്താവ് ഏൽപ്പിച്ചതുപോലെ നമ്മൾ ശുശ്രൂഷയിൽ വ്യാപൃതരാണോ? ഷോർട്സ് ധരിച്ചു വരിക, കുമ്പസാരിക്കാൻ അങ്ങനെ വരിക, ഒന്നോർത്ത് ഇതൊരു കുഞ്ഞു കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ ഈ തീർത്ഥാടനം വന്നിട്ട് മദ്യപിച്ചിട്ടാണ്, ഇന്നലെ മദ്യപിച്ചിട്ട് ഇന്ന് കുർബാനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എങ്ങനെയാണ്? അതാണ് നമ്മുടെ സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. അത് പിടിച്ചു വാങ്ങുന്നതല്ല, നൽകപ്പെടണം. അതാണ് ദൈവപുത്രൻ്റെ ഇഷ്ടമനുസരിച്ച് എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനുള്ള ഉറപ്പ്. നമുക്കതുകൊണ്ട് ഇങ്ങനെ കുറച്ചുകൂടി പോസിറ്റീവാകാൻ സാധിക്കട്ടെ. ആളുകൾ ഇങ്ങനെ ലോകാരൂപി പെരുകിക്കൊണ്ടിരിക്കുക. ലോകാരൂപി അതായത് ഈ വസ്ത്രദാനത്തിലുള്ള പ്രശ്നങ്ങൾ, കുർബാന സമയത്ത് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ പിടിക്കുന്നു, ലോകാരൂപി വിവാഹേതര ബന്ധങ്ങൾ, മിശ്ര വിവാഹങ്ങൾ, അതുപോലെ തന്നെ ലിവിങ് ടുഗദർ, മസാജ് സെന്ററുകളൊക്കെ പോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ലോകാരൂപി പിടികൂടരുത്. കാരണം സ്വർഗത്തിൽ നമുക്ക് നൽകപ്പെടണ്ടേ, പലതും നൽകപ്പെടണ്ടേ. കുഞ്ഞെങ്കിൽ കുഞ്ഞ്, ജോലിയെങ്കിൽ ജോലി, കടബാധ്യതയെങ്കിൽ കടബാധ്യത, എല്ലാത്തിനും ഒരു പരിഹാരം സ്വർഗത്തിൽ നിന്ന് ഉണ്ടാകണ്ടേ. അപ്പോൾ നമ്മൾ യജമാനൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാപൃതരാകണം. വളരെ പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചുറ്റും നോക്കിക്കണ്ട് നല്ലത് സ്വീകരിച്ചിട്ട് ദൈവാനുഗ്രഹം കൂടി ചേർത്ത് അനുഗ്രഹിക്കപ്പെടാനുള്ള വിളിയല്ലേ. നീ ജീവനായി വാ, നീ മാനസത്തിൽ വാ, നീ സത്യമായി വാ, നീ സർവമായി വാ, എന്നെ പൂർണ്ണമായി അറിയും ദൈവമേ, അങ്ങേ കൈകളിൽ ഏകാം ജീവിതം, നീ സ്നേഹതാതനല്ലേ, ഞാൻ നിന്റെ പൈതലല്ലേ, നീ
സ്നേഹതാതനല്ലേ, ഞാൻ നിന്റെ പൈതലല്ലേ. വാ സ്നേഹമേ വാ അകതാരിൽ, വാ സ്നേഹമേ വാ അകതാരിൽ. ഉള്ളം നിറയെ സ്നേഹവുമായി ഈശോയെ നിന്നെ സ്വീകരിക്കാം. ഉള്ളിൽ വരണേ, ഉള്ളം കാണണേ, ഉള്ളം തേടും നിൻ സ്നേഹം നൽകണേ. ഉള്ളതെല്ലാം നൽകുന്നു നിന്നെ ഞാൻ സ്വന്തമാക്കുവാൻ. പരിശുദ്ധ മറിയമേ, മറിയമേ, അമ്മ എത്രയോ പോസിറ്റീവാണ്. അമ്മ പോസിറ്റീവായതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാഭിഷേകം എത്ര അധികമായിട്ട് നിറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിതാവസ്ഥ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധമ്മേ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ ദൈവികമായ കാര്യങ്ങളോടൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഇടപെടാനും അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും അനുഗ്രഹങ്ങളായി മാറാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. യഥാർത്ഥ ആരാധനയുടെയും ശാന്തിയുടെയും ഉടയവനായ ദൈവമേ, ഈ കാഴ്ചദ്രവ്യം വഴി അങ്ങ് മഹിമ അർഹമാം വിധം ഞങ്ങൾ ആദരിക്കാനും ദിവരഹസ്യങ്ങളുടെ ഭാഗഭാഗിത്വം വഴി സർവാത്മനാ വിശ്വസ്തയോട് ഐക്യപ്പെടാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ക്രിസ്തുവിൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ജനതകളുടെ പ്രകാശമായി അങ്ങ് വെളിപ്പെടുത്തുകയും ഞങ്ങളുടെ മർത്യപ്രകൃതിയുടെ സത്തയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ അമർത്യതയുടെ നവ്യമഹിമയാൽ ഞങ്ങളെ സമുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന്
അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുവങ്ങേ മഹിമകളാം നിരഞ്ഞുമത് വിണ്ടലഹോ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റും ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. നമുക്ക് സാധിക്കുന്ന പോലെ മുട്ടുമ നിൽക്കാം, സാധിക്കുന്ന പോലെ മുട്ടുമ നിൽക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന
എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണമെങ്കിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളെ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദികരോ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധന്മാരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ.
കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങളിൽ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിവിധ മാർഗങ്ങളിലൂടെ പരിപാലിപ്പിക്കപ്പെടുന്ന അങ്ങേ ജനം ഇപ്പോഴും വരും കാലത്തും അങ്ങേ കാരുണ്യത്തിന്റെ സൗഖ്യം അനുഭവിക്കുമാറാകട്ടെ. അങ്ങനെ കടന്നു പോകുന്ന വസ്തുക്കളുടെ അനിവാര്യമായ സമാശ്വാസത്താൽ ശക്തിപ്പെട്ട് ശാശ്വതമായവയ്ക്ക് വേണ്ടി കൂടുതൽ വിശ്വസ്തയോടെ പരിശ്രമിക്കുവാനിടയാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. നമുക്ക് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ ക്രിസ്മസ് കാലഘട്ടത്തിന്റെ അവസാനത്തെ ദിവസമാണ്. ക്രിസ്മസ് കാലഘട്ടം ഇന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി കാലഘട്ടത്തിന്റെ മുഴുവൻ അഭിഷേകം നമ്മിലേക്ക് നിറയാൻ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപുത്രന്റെ ഇഷ്ടത്തിനനുസരിച്ച് നാം എന്തെങ്കിലും ചോദിച്ചാൽ അതവൻ ചെയ്തു തരും. ദൈവം തരും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. 1 യോഹന്നാൻ 5:14 സ്വർഗത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. യോഹന്നാൻ 3:27 നൽകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ കാണുമ്പോൾ ദൈവത്തിന് ഒരു കാര്യം എടുത്തു തരാൻ തോന്നട്ടെ. പാവങ്ങൾ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ കാണുമ്പോൾ അവനത് ആവശ്യമാണെന്ന് ദൈവത്തിന് തോന്നട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, കടബാധ്യതകൾ ഏറ്റെടുക്കണമേ.
കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. ജോലി നൽകി അനുഗ്രഹിക്കണമേ. വൈവാഹിക ദോഷക്കാരെ അനുഗ്രഹിക്കണമേ. അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. വിദേശത്തും നാട്ടിലും ജോലി ലഭിക്കട്ടെ. പഠന വൈകല്യങ്ങൾ മാറട്ടെ. മദ്യപാനാസക്തി മാറട്ടെ. വിവാഹേതര ബന്ധങ്ങൾ എന്നേക്കുമായി അവസാനിക്കട്ടെ. കൃപ നിറയട്ടെ. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് അഭിഷേകം നിറയട്ടെ. തീഷ്ണത കൊണ്ട് നിറയട്ടെ. ദൈവത്തെ പ്രഘോഷിക്കാനുള്ള കൃപ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കരമുയർത്തി സ്തുതിക്കട്ടെ. യേശുവേ, യേശുവേ, ആ രക്ഷാനാമം വിളിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. യേശുവേ, ഓരോരുത്തരും അവരുടെ ആവശ്യമനുസരിച്ച് പിടിക്കാം. നമുക്ക് പ്ലസ് പോയിന്റ് ഉണ്ട്. നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തിലാണ്. മയ്യൻ അഭിഷേകമുണ്ട്. നമ്മുടെ കൂടെ ഉള്ളവര്, വിശ്വാസത്തിന്റെ പല തലങ്ങളിലുള്ളവര്, അവരുടെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. കർത്താവേ, ഇവിടെ ഒരു ആത്മപകർച്ച നൽകണമേ. അഭിഷേകം ചൊരിയണമേ. തിന്മ വിട്ടുപോകട്ടെ. മരിയൻ അഭിഷേകം കൊണ്ട് പൊതിയണമേ. പരിശുദ്ധ കുർബാന പ്രസാദ ശക്തി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇടപെടുന്നത് പോലെ തോന്നട്ടെ. ശരീരത്തിൽ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ അനുഭവം ഉണ്ടാകട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. കരച്ചിലിന് കാരണമായ വിഷയങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാകട്ടെ. ദൈവമേ, അനുഗ്രഹിക്കണമേ. തോളത്ത് തട്ടി, മകനെ, മകളെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ശക്തമായ ദൈവാനുഭവം കർത്താവേ വിശ്വാസികളിലേക്ക് വർഷിക്കണമേ. ഒറ്റയ്ക്കല്ല, ദൈവം കൂടെ ഉണ്ട്. ശക്തനായ ദൈവം കൂടെ ഉണ്ട് എന്ന ബോധ്യം നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കാലങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പ്രാർത്ഥനകളിലെ തടസ്സങ്ങൾ ഈ ഒരൊറ്റ തീർത്ഥാടനം വഴി യേശുക്രിസ്തു നാമത്തിൽ അത് പരിഹരിക്കപ്പെടട്ടെ. വഴി തുറന്നു കൊടുക്കണമേ. പ്രത്യാശ കൊണ്ട് നിറയട്ടെ. ദൈവമേ, അനുഗ്രഹങ്ങളുടെ വഴി തുറന്നു കൊടുക്കണമേ. കർത്താവേ, സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വലതുകരം കൊണ്ട് ഉറക്കെ പറഞ്ഞ്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി പറയാം.